ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 3 മൂന്നാം അധ്യായം. കംസവധാദി നിരൂപണം. ഉദ്ധവർ പറഞ്ഞു, പിതാക്കളെ കാത്തരുളാൻ തുടർന്നു പുരത്തിലെത്തി ബലരാമയുക്തൻ അമാമനെ തന്നുയരത്തിൽ നിന്നു നിലം പതിപ്പിച്ചു വലിച്ചു കൊന്നു. സാന്ദീപനീ സകൃൽ പ്രോക്ത ബ്രഹ്മജ്ഞൻ നൽകി ദക്ഷിണ മരിച്ച മകനെ പഞ്ചജനോദര വിമുക്തനെ. ശ്രീതുല്യയാം രുക്മിണിയെ ഗ്രഹിക്കാൻ വിളിച്ചപ്പോൾ വന്നവർ തൻ ശിരസിൽ ചവിട്ടി ഗന്ധർവവിധേന വേൾക്കാൻ ഹരിച്ചു. പിന്നെ സുധപോൽ സുവർണൻ വൃക്ഷങ്ങൾ തൻ മൂക്കുതുളച്ചൊതുക്കി പിടിച്ചു താൻ നാഗ്നജിതി ഭുജത്തെ കൊന്നു പടക്കെത്തിയ ഭക്തമാനന്മാരെ സ്വദേഹത്തിനു പോറലെന്നെ. പ്രിയാപ്രിയോൽക്കൻ പടി കൽപ്പവൃക്ഷം പറിച്ചെടുത്തു ഹരി. വജ്രിരുഷ്ടൻ സൈന്യങ്ങളോടൊത്തു തടുത്തു വാരനാരീജനത്തിൻ കളിമാൻ കണക്കെ. മാനം വിഴുങ്ങും മകനെ സുനാഭം വധിക്കെ വന്നൂഴീതയക്കു കെഞ്ചി വാഴിച്ചിതപ്പോൾ ഭഗതത്തനെ പിൻപ് അന്തപുരാന്തർഗതനായി കൃഷ്ണൻ. ഭൗമൻ ബലാലങ്ങ് തടഞ്ഞു വെച്ച ഭൂപാലപുത്രീ ജനമാത്തമോദാൽ പെട്ടെന്നെഴുന്നേറ്റെതിരേറ്റു തൂകി വ്രീളാനുരാഗപ്രഹിതം കടാക്ഷം. നാനാഗൃഹങ്ങളിൽ ചെന്നു നാനാവേഷത്തിൽ മായയാൽ ഒരേ മുഹൂർത്തത്തിൽ എല്ലാരെയും വേട്ടു യഥാവിധി. ഓരോരുത്തിയിലും പിന്നെ 10 ആത്മതുല്യരെ ജനിപ്പിച്ചാനവൻ തൻ്റെ നാനാത്വപ്രതിപത്തിയാൽ. കാലമാഗത ശാല്വാദി ആക്രമിക്ക സ്വപത്തനം അവരെ കൊന്ന കീർത്തിക്കു പാത്രമാക്കി സ്വഭക്തരെ. കാലമാഗത ശാല്വാദി ആക്രമിക്ക സ്വപത്തനം അവരെ കൊന്ന കീർത്തിക്കു പാത്രമാക്കി സ്വഭക്തരെ. ശമ്പരൻ ദ്വിവിധൻ ബാണൻ മുരൻ ബല്വലൻ എന്നിവർ കൊല്ലിക്കപ്പെട്ടു. താൻ കൊന്നു ദന്തവക്രാദി അന്യരെ. പിന്നെ ത്വൽഭ്രാതൃപുത്ര ചേരികളിൽപ്പെട്ട ഭൂപരെ വധിപ്പിച്ചു കുരുക്ഷേത്രം കുലുക്കും ബലയുക്തരെ. ഹാ കർണദുശാസന സൗബലാദ്യ കുമന്ത്രമായുർധന നഷ്ടമാകെ. സുയോധനൻ തൻ തുടപൊട്ടിയുള്ള കിടപ്പിലും കൃഷ്ണൻ അതൃപ്തനായി. ആ ദ്രോണഭീഷ്മാർജുന ഭീമർ മൂലം അഷ്ടാദശാക്ഷൗഹിണി പൂജ്യമായി. ഭൂഭാരമാണെൻ്റെ യദുക്കൾ തന്നൂക്ക് അസഹ്യമെന്നും നിരൂപിച്ചു കൃഷ്ണൻ. കള്ളിൻ്റെ മത്താൽ തുടുകണ്ണുമായി തർക്കിച്ചു മേലാൽ അവരും നശിക്കും. അകത്ത് ഞാൻ വെമ്പുകിൽ ഇഷ്ടർ പോലും നശിപ്പത് അല്ലെങ്കിൽ നശിക്കയില്ല എന്നോർത്തു തൻ നാട്ടിൽ വാഴിച്ചാനവൻ ധർമ്മപുത്രരെ. തോഴയിൽ തുഷ്ടി കാട്ടി സാധുക്കൾക്കായി ധർമ്മമാർഗവും സംരക്ഷിച്ചു ഒരു വംശം ഉത്തരയ്ക്കഭിമന്യുവാൽ. ദ്രൗണ്യസംഛിന്നൻ അവൻ ഭഗവാനാൽ പുനർധൃതൻ ചെയ്യിച്ചു 3 അശ്വമേധം വിബുധാൻ ധർമ്മപുത്രരാൽ. തമ്പിമാരൊത്തവൻ കൃഷ്ണഭക്തൻ കാത്തു ജഗൽ സുഖം. വിശ്വാത്മഭഗവാൻ പോലും ലോകവേദവധാനുകൻ. സാഖ്യം കൈക്കൊണ്ട് അനാസക്തൻ കാമം സേവിച്ചു പിന്നെയും. സ്നിഗ്ധസ്മിതാവലോകത്താൽ അമൃതൂറുന്ന വാക്കിനാൽ ചാരിത്രത്തിൻ മഹത്വത്താൽ ശ്രീമത്താം ദേഹകാന്തിയാൽ രമിപ്പിച്ചാൻ ഇഹപരലോകങ്ങളെ യദുക്കളെ സദാ കൃഷ്ണൻ. രാത്രി ദത്തക്ഷണ സ്ത്രീക്ഷണ സൗഹൃദൻ രമിപ്പിച്ചാൻ ഇഹപരലോകങ്ങളെ യദുക്കളെ സദാ കൃഷ്ണൻ. രാത്രി ദത്തക്ഷണ സ്ത്രീക്ഷണ സൗഹൃദൻ ബഹു സംവത്സരഗണം രമിച്ചിങ്ങനെ പോക്കവേ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ വൈരാഗ്യം പൂണ്ടുപോയവൻ. യോഗേശ്വരനെ യോഗത്താൽ ആരാധിക്കും സ്വയംഭുമാൻ ദൈവാധീനൻ. അവൻ ദൈവാധീന കാമത്തെ നമ്പുമോ? ഒരിക്കൽ ദ്വാരകയിൽ യാദവ ബാലകകേളിയെ ശപിച്ചു ഗുപ്തമുനിമാർ ഭഗവൻ മതവേദികൾ. പിന്നെ മാസങ്ങൾക്കു ശേഷം വൃഷ്ണി ഭോജാന്ധകാദികൾ തേരിൽ പ്രഭാസത്തിലെത്തി സഹർഷം ദൈവഭക്തിയാൽ പുണ്യതീർത്ഥത്തിൽ കുളിച്ചു ദേവർഷി പിതൃതർപ്പണം നടത്തി വിപ്രർക്കു നൽകി ഗുണമേറിയ ഗോക്കളെ. ഹിരണ്യം രജതം ശയ്യാവസ്ത്രം മാൻതോരു കമ്പിളി രഥം മഞ്ചൽ ഗജം കന്യാ ജീവിക്കാൻ വേണ്ട ഭൂമിയും ഈശ്വരാർപ്പണമായ ഈ സ്വാദിഷ്ടാന്നവും അജ്ജനം തല മുട്ടിക്കയും ചെയ്തു മണ്ണിൽ ഗോബ്രാഹ്മണ പ്രിയാൽ. ഈശ്വരാർപ്പണമായ ഈ സ്വാധിഷ്ഠാനവും അജ്ജനം തലമുട്ടിക്കുകയും ചെയ്തു മണ്ണിൽ ഗോബ്രാഹ്മണ പ്രിയാൽ. ഹരേ നാരായണ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.